സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിർണായകമായ ചില നിയമവ്യവഹാരങ്ങൾ നടക്കുകയുണ്ടായി. അതായത് ഈ അടുത്ത കാലത്ത് കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവം തന്നെയായിരുന്നു. ഏകഛത്രാധിപതിയായി എല്ലാ അധികാരവും കയ്യിൽ വെച്ച് കഴിഞ്ഞിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൾ CMRൽ നിന്ന് 1,72,00,000 രൂപ മാസപ്പടി വാങ്ങി എന്നുള്ള പ്രമാദമായൊരു കേസിൽ ED റെയ്ഡിനെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഒരാഴ്ച മുൻപ് കണ്ടത്. ED റെയ്ഡിനെത്തുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8.5 മണിക്കൂർ നേരമാണ് പിണറായി വിജയനെയും കമലാ വിജയനെയും വീണാ വിജയൻ്റെ ചെറുമകനെയുമെല്ലാം വീടിനകത്ത് ബന്ദവസ്ഥാക്കി നിർത്തിക്കൊണ്ട് പുറത്തുനിന്ന് ഒരു ഈച്ചയ്ക്ക് പോലും അങ്ങോട്ട് പ്രവേശനമില്ല, അകത്തു നിന്ന് ആർക്കും പുറത്തേക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ ഏതാണ്ട് വീട്ടുതടങ്കലിൽ എന്ന പോലെ. അത് EDയുടെ ഒരു റെയ്ഡിൻ്റെ പ്രത്യേകതയാണ്. 8.5 മണിക്കൂർ നേരം, വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയ റെയ്ഡ് ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30 മണിക്കാണ് പൂർത്തിയായി അവർ പുറത്തിറങ്ങിയത്. ഇത് ബഹുമാന്യരായ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, സാറിനും അറിയാം. പറഞ്ഞു വരുന്നത്, EDയുടെ ആ നടപടിക്ക് ശേഷം CMRൽ വീണ്ടും EDയുടെ അന്വേഷണത്തെ ഏത് വിധേനയും തടയണം എന്ന് കാണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു ഹർജി പോയിട്ടുണ്ടായിരുന്നു. ആ ഹർജിയിന്മേൽ ഇന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറഞ്ഞത്. കൃത്യം 10:15 തന്നെ ആദ്യത്തെ കേസായി ആ കേസ് എടുത്തു. ആ കേസിൽ CMRൽ നൽകിയിരുന്ന ഹർജി ചവറ്റുകുട്ടയിൽ എറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇനി CMRലിന് നിയമ പോരാട്ടവുമായി EDയെ ഏതു വിധേനയും തടയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ പോകാൻ സാധിക്കും. എന്നാൽ പറഞ്ഞു വരുന്നത്, ഇവിടെ നിർണായകമായ മറ്റ് ചില നീക്കങ്ങൾ നടന്നിരിക്കുന്നു. അതായത് നയപരമായ ചില നീക്കങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. EDയുടെ ഡയറക്ടർ നവീൻ ഇന്നലെ കൊച്ചിയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അദ്ദേഹം കൊച്ചിയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നത്, ഇന്ന് EDയുടെ ഈ കേസിൽ സ്റ്റേ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ, CMRൽ നൽകിയ സ്റ്റേ നീങ്ങുകയാണെങ്കിൽ നിർണായകമായ പല സംഭവ വികാസങ്ങൾക്കും വഴിവെച്ചേക്കാം. അതിൻ്റെ കൂടിയാലോചനകൾക്ക് വേണ്ടിയാണ് CBIയുടെ ഡയറക്ടർ തന്നെ കൊച്ചിയിലേക്ക് പറന്നിറങ്ങിയത് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളെ, പ്രത്യേകിച്ചും CMRലുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരിക്കുന്ന അനധികൃതമായ ഇടപാടുകൾ, മാസപ്പടിയായും സംഭാവനയുമായും എല്ലാം വാങ്ങിയിരിക്കുന്ന ആളുകളുടെ ചങ്കിടിക്കുന്ന കാര്യം തന്നെയാണത്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു സങ്കീർണമായ വിഷയം തന്നെയാണ്. EDക്ക് അന്വേഷിക്കുന്നതിനുള്ള സ്റ്റേ വിലക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CMR നൽകിയ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വീണ്ടും തള്ളിയതിനെ തുടർന്ന് EDക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ തവണ EDക്ക് വീണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്വേഷണം നടത്തുന്നതിന് ഒരു തടസ്സമില്ല എന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാറിയ സാഹചര്യത്തിൽ EDയുടെ ഡയറക്ടർ കൂടി സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുമ്പോൾ തീർച്ചയായും അത് വീണാ വിജയനെ വിളിച്ചു വരുത്തുന്നതിനോ വീണാ വിജയനെ വസതിയിലെത്തി ചോദ്യം ചെയ്യലിന് ശേഷം ഇവർ അറസ്റ്റിലാകുന്നതിനോ ഉള്ള സാധ്യതകൾ നിയമവൃത്തങ്ങൾ തള്ളിക്കളയുന്നില്ല. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? പ്രദീപ് വീണാ വിജയനെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വീണാ വിജയനെ കുറിച്ച് ഒരു ചുക്കും നിങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്തു. ഇവിടെ ഓരോ സ്റ്റേജായിട്ട് നോക്കുമ്പോൾ ഇന്നലെ വരെ അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ EDയുടെ അന്വേഷണങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ വളരെ സജീവമായി ഇപ്പോൾ പിടിക്കും എന്നുള്ള ധാരണ, ഇപ്പോൾ ശരിയാക്കി തരാം എന്ന രീതിയിലുള്ള ഡയലോഗുകൾ പലരുടെ BJPയുടെ നേതാക്കന്മാരിൽ നിന്നും ED ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും വരികയാണ്. അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി. അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എവിടെ നിന്നോ ഒരു സഡൻ ബ്രേക്ക് EDക്ക് വരികയാണ്. അല്ലെങ്കിൽ EDയുടെ ആരോ ചങ്ങല കെട്ടിപ്പിടിക്കുകയാണ്. EDയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അത്തരം ടീമുകളെല്ലാം അന്വേഷണം അവിടെ നിൽക്കുകയാണ്. ഇവിടെ പോലും ഈ കേസ് അന്വേഷിച്ച് ഇപ്പോൾ പിടിക്കുമെന്നുള്ള ധാരണ വന്നപ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇവിടുന്ന് കുറേ സ്റ്റേ സമ്പാദിക്കാനായിട്ട് ആൾക്ക് സാധിച്ചു. കർത്താവിന് വേണ്ടി അല്ലെ കർത്താവിനെ ഈ കൽമണൽ കടത്താൻ നിയോഗിച്ചിരിക്കുക എന്നുള്ള വാക്കേ അനുഭവമുള്ളൂ. കർത്താവല്ല, കർത്താവ് ഒരു മാനേജർ മാത്രമാണ്. കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ കരിമണൽ കടത്താൻ നിയോഗിച്ചിരിക്കുന്ന ആൾക്കാർ, അത് ചിലപ്പോൾ പിണറായി വിജയനായിരിക്കാം, അതിനേക്കാൾ വലിയ ആൾക്കാരായിരിക്കാം, കേരളത്തിലുള്ളവരായിരിക്കാം, കേരളത്തിന് പുറത്തുള്ളവരായിരിക്കാം, ആരുമായിരിക്കാം. അപ്പോൾ കർത്താവ് തന്നെ നിയോഗിച്ച് കർത്താവ് ഇങ്ങോട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ ശരിക്കും കർത്താവ് ഡൊണേഷൻ കൊടുത്തതല്ലത്.
ബെനിഫിറ്റ് അല്ലെ ലാഭവീതമാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ലെ മാസം തോറും ഇത്രയും കൃത്യമായിട്ട് പല തുകകൾ പിണറായി വിജയനെ പോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്ത തുക അവിടെ ഒരു കണക്കുണ്ട്, ഒറ്റ പ്രാവശ്യം വരുന്നത്. ഡിവിഡൻഡ് കൊടുത്തെന്ന് പറയുന്നത്. ആ ഡിവിഡൻഡ് പോലെ കൊടുത്തിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഇൻവെസ്റ്റർ ആരാണ്, ഹു ഈസ് ദ ഓണർ, രജിസ്റ്റേർഡ് ഓണർ അല്ല. അപ്പോൾ അവിടെയാണ് വീണാ വിജയൻ പാവം ഒരു പെൺകുട്ടി, പൊട്ടി പെൺകുട്ടി എന്ന് തന്നെ വേണം പറയാം, അച്ഛനോ അല്ലെങ്കിൽ ഭർത്താവോ പറയുന്ന എല്ലായിടത്തും കയറി ഒപ്പിട്ട് കൊടുത്ത് AKI സെൻറ്റർ വരെ ഒരു ബോധമുള്ള കുട്ടിയാണ് ചെയ്യുക. AKI സെൻറ്ററിൻ്റെ അട്ടത്തിൽ ഒരു കമ്പനി തുടങ്ങാൻ വീണാ വിജയന് ധൈര്യം കൊടുത്താലേ വീണാ വിജയനെ നിർബന്ധിച്ചത് മറ്റാരും ആയിരിക്കില്ല, ഒന്നുകിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ റിയാസായിരിക്കണം. സാർ, ഇത് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് വീണാ വിജയൻ തന്നെ ഇത്തരം ആപ്ലിക്കേഷനൊന്നും പോയാൽ അറിയണമെന്ന് പോലും ഇല്ല. കാരണം ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒരു കയ്യൊപ്പ് ചാർത്തേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ഒപ്പിടൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ സംഭവിച്ചിരിക്കുക. അല്ലാതെ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് ബംഗളൂരുവിൽ പോയി ഒരു കമ്പനി തുടങ്ങുക, ഒരു ഷെൽ കമ്പനി തുടങ്ങുക, ഇതൊക്കെ സാധാരണഗതിയിൽ ആലോചിച്ച് നോക്കുമ്പോൾ അസംഭവ്യം തന്നെയാണ്. എന്നാൽ അത് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉയർന്നു വന്നൊരു കേസല്ല ഇത്. ആദായ വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലുള്ള ആ ഒരു റിപ്പോർട്ടിലാണ് ഈ കാര്യം പുറത്തു വന്നത്. അത് പിന്നീട് മാധ്യമങ്ങൾ ചർച്ചയാക്കി ലോകം അറിഞ്ഞു എന്ന് തന്നെയുള്ളൂ. അപ്പോഴും പിണറായി വിജയനും വീണാ വിജയനൊന്നും ഇത് ഒരു കാരണവശാലും നിഷേധിച്ചിട്ടില്ല. വീണാ വിജയൻ്റെ ഭർത്താവായ മുഹമ്മദ് റിയാസ്, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അവരെല്ലാവരും പറയുന്നത് ഈ പണത്തിന് കൃത്യമായി GST അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അനധികൃതമായ ഇടപാടിലൂടെ നേടിയ പണത്തിന്, ഇപ്പോൾ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ആ പണത്തിന് GST അടച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നികുതി അടച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതി പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്ന. നിയമപരമായി ആ ഒരു രീതി പരിഹരിക്കപ്പെട്ടു. എന്നാൽ EDയുടെ അന്വേഷണം വരുമ്പോൾ ഈ പണം എവിടെ നിന്ന് വന്നു, എന്തിനു വേണ്ടി വാങ്ങിച്ചു, എന്താണ് അതിന് പകരം നൽകിയ സേവനം എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ കാര്യക്ഷമമാകും. കാരണം ഈ CMRലുമായി ബന്ധപ്പെട്ട് കരിമണൽ ഖനനത്തിൽ നിന്ന് അവർ വേർതിരിച്ചെടുക്കുന്ന പല മൂലകങ്ങളും ആറ്റമിക് എനർജിക്ക് വരെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇത് തീവ്രവാദികളുടെ ശല്യങ്ങൾ ഉൾപ്പെടെ രാജ്യത്ത് ഒരുപാട് വിഷമതകൾ അനുഭവിക്കും. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹികളുടെ കയ്യിലേക്ക്, തീവ്രവാദികളുടെ കയ്യിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വരുന്ന വലിയൊരു ഹ്യൂജ് എമൗണ്ടുകളാണ് പലപ്പോഴും കർത്ത പല രാഷ്ട്രീയക്കാർക്കായിട്ട് കൈമാറിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ കർത്ത ആരുടെയെങ്കിലും പിണിയാളായി നിന്നുകൊണ്ടാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? രാജ്യദ്രോഹ ശക്തികൾ ആരെങ്കിലും കർത്തയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആറ്റമിക് എനർജി ഉണ്ടാക്കുന്നതിനുള്ള ഈ കരിമണലിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന മൂലകങ്ങളൊക്കെ കടത്തിക്കൊണ്ടു പോകുന്നുണ്ടോ? അത്തരം ചില രാജ്യാന്തര ബന്ധങ്ങൾ ഇതിലുണ്ടോ? ദ്രോഹപരമായ കുറ്റങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണം കൂടിയൊക്കെ ഇതിൽ വരേണ്ടതുണ്ട് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇതിൽ നടന്നിരിക്കുന്ന സീരിയസ് ഫ്രോഡ് എന്താണ് എന്നുള്ളത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വരുന്നു, പിന്നീട് ED വരുന്നു. EDയെ തുടർന്ന് ഇപ്പോൾ തീർച്ചയായും ED ഡയറക്ടർ നവീൻ കൂടി ഇവിടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ കാര്യക്ഷമമായൊരു അന്വേഷണം നടക്കും. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുമ്പോൾ മടങ്ങിപ്പോയ ED ഉദ്യോഗസ്ഥരെ വധശ്രമത്തിന് വരെ മുതിർന്നുകൊണ്ട് CPM നേതാക്കൾ പ്രതിഷേധം തീർത്തു എന്ന് പറയുമ്പോൾ കണ്ടാലറിയാവുന്ന 300-ലധികം ആളുകൾക്ക് എതിരെ കേസെടുത്തിരിക്കുന്നു. അതും വധശ്രമത്തിനാണ്. ഏതാണ്ട് 25 പേരിലധികം ആളുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. രാജ്യത്തെ ദേശീയ അന്വേഷണ ഏജൻസിയായ EDയെ കൃത്യനിർവഹണത്തിൽ തടഞ്ഞു, അവർ വധിക്കാൻ ശ്രമിച്ചു, അവർ സഞ്ചരിച്ചിരുന്ന വാഹനം തല്ലിപ്പൊളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായും രാജ്യദ്രോഹപരമായ കുറ്റത്തിലേക്ക് വരും എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ വിഷയവുമായി CMRL വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രാജ്യദ്രോഹപരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന രാജ്യത്തെ വിധ്വംസക ശക്തികളുടെ കയ്യിലേക്ക് ഇത്തരം കാര്യങ്ങൾ ചെന്ന് നീങ്ങിയിട്ടുണ്ടോ, അവിടെ നിന്ന് ഫണ്ട് ഇറേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം സമഗ്രമായി അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർത്തും ഇതൊരു നിസ്സാരമായി തള്ളിക്കളയാവുന്ന കേസല്ല. അവിടെയാണ് ED ഡയറക്ടർ ഇന്നിപ്പോൾ ഇന്നലെ കൊച്ചിയിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്ന ആ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുക്കേണ്ടത്. അക്ഷരാർത്ഥത്തിൽ ഇത് വീണാ വിജയന് ചങ്കിടിപ്പേറ്റുന്ന കാര്യം തന്നെയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ചങ്കിടിപ്പേറ്റുന്ന കാര്യം തന്നെയാണ്. കാരണം മുൻപ് പിണറായി വിജയൻ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെ നിയമ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചേർത്ത് പിടിക്കാൻ മോദി സർക്കാർ ഉണ്ടായിരുന്നു എന്നാണ്
പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മോദി സർക്കാർ പിണറായി വിജയനെ കൈവിട്ടിരിക്കുന്നു എന്ന ഒരു ധാരണ പരക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ED ഡയറക്ടർ കേരളത്തിലെത്തുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി CMRന്റെ സ്റ്റേ നീക്കുകയെല്ലാം ചെയ്ത ഒരു സാഹചര്യത്തിൽ വീണയ്ക്കെതിരെ EDക്ക് അന്വേഷണം നടക്കുന്നതിൽ തടസ്സമില്ല എന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ED ഡയറക്ടർ വരവുമായി ഇതിന് കൂട്ടി വായിക്കപ്പെടേണ്ടത് തന്നെയാണ്. വീണ വിജയന് അത്ര ശുഭകരമായിട്ടുള്ള ദിനങ്ങളല്ല ഇനി വരുന്നത്. തീർച്ചയായും കാര്യക്ഷമമായ അന്വേഷണത്തിലേക്ക് ED പോകും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുൾപ്പെടെയുള്ള കേസുകൾ പ്രാമുഖ്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് അർഹിക്കുന്ന ഒരു പരിഗണന ഗൗരവം കൊടുത്തുകൊണ്ടായിരിക്കും തുടർന്നുള്ള അന്വേഷണം നടക്കാൻ പോവുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും വീണ വിജയൻ കൃത്യമായി തന്നെ ED റഡാറിലാണ് എന്ന് വേണം പറയാൻ. വീണ വിജയൻ റഡാറിലായി കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയനും EDയുടെ റഡാറിലാണ് എന്ന് വേണം പറയാൻ. മാത്രമല്ല CMRൽ കറുത്ത മാസപ്പടി നൽകിയിരിക്കുന്ന, കോഴ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ വൻതുകകൾ സംഭാവന നൽകിയിരിക്കുന്നതിൽ പ്രമുഖൻ PV തന്നെയാണ്. പിണറായി വിജയൻ എന്ന് പലപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്, PV എന്ന് എഴുതിയിട്ടുണ്ട്. വലിയ വലിയ തുകകളാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. അതും EDയുടെ അന്വേഷണ പരിധിയിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഇതൊരു ചെറിയ നീക്കങ്ങളിലൂടെ അവസാനിക്കുന്ന കേസല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം, സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. വീണ വിജയൻ്റെ പിണറായി വിജയൻ്റെ മകളായി, അതുകൊണ്ട് പിണറായി വിജയൻ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം പിണറായി വിജയൻ ഉത്തരവാദിയാണ്. എന്തിനാണ് പിണറായി വിജയനെ സംശയിക്കുന്നതെന്ന് വളരെ ലോലഹൃദയരായ CPM-കാരും സാഹിത്യകാരന്മാരും ഒക്കെ ചോദിക്കുന്നുണ്ട്. വളരെ അവർ പറഞ്ഞതിൻ്റെ ദൃഷ്ടാന്തമുണ്ട്. നമ്മുടെ പിണറായി വിജയൻ നിയമസഭയിൽ ഉയർത്തി കാണിച്ച ആ കറുത്ത ഗൗണിട്ട കൈ, അത് മറച്ചു വെച്ചേക്കാം. ഗൗണിട്ട കൈ, എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ കൈ ശുദ്ധമായിരുന്നെങ്കിൽ വീണ വിജയൻ്റെ കാര്യത്തിൽ ഇത്രയും ആകാംക്ഷയും ഉത്കണ്ഠയും വേണ്ടായിരുന്നു. പിണറായി വിജയനെ ഇത്രയും ജനങ്ങൾ സംശയിക്കില്ലായിരുന്നു. അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണം ഈ കരിമണൽ കർത്തയായിട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ബന്ധമുള്ള ആൾ കേരള നിയമസഭയിലുണ്ട്. രവീന്ദ്രനാഥ് സാറ് അവിടുന്ന് പ്രതാപനെ തോപ്പിച്ച് ജയിച്ചയാളാണ്. ഏറ്റവും അടുത്ത ബന്ധുവാണ്, ആളിയനാണ്. അപ്പോൾ ഈ അങ്ങനെ ആരും സംശയിക്കുന്നില്ലെന്നേ. രവീന്ദ്രനാഥിനെ എന്തുകൊണ്ട് മന്ത്രി പോലും, കേരളത്തിൽ മന്ത്രി പോലും ആയിരുന്ന രവീന്ദ്രനാഥിനെ ആരും സംശയിക്കുന്നില്ല. ആ രവീന്ദ്രനാഥിനെ മാറ്റി ഹയർ എഡ്യൂക്കേഷനെ മാറ്റി ജലീലിന് കൊടുത്തു. അത് വേറെ വശം. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ പേരിൽ പിണറായി വിജയനെ ആരും സംശയിക്കില്ല. അദ്ദേഹം ഉയർത്തി കാണിച്ച പോലെ അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമായിരുന്നെങ്കിൽ, അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് പേടി. രവീന്ദ്രനാഥിന് പേടിയില്ലല്ലോ. കർത്താവിൻ്റെ കേസ് എൻ്റെ പേര് വരുന്ന രവീന്ദ്രനാഥിന് പേടിയുണ്ടോ? അല്ല, ഇതിലെന്തായാലും ദുരൂഹമായ ചില ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്ന് തന്നെയുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് ED നീങ്ങുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ വിജയൻ പിണറായി വിജയൻ്റെ മകളായതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു സംരംഭത്തിൽ ഏർപ്പെടാൻ പാടില്ലായില്ല, ബിസിനസ് ചെയ്യാൻ പാടില്ലായികയൊന്നുമില്ല. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും എല്ലാം വീണ വിജയനും ഉണ്ട്. പക്ഷേ ഇവിടെ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ അതീവ ഗൗരവം തന്നെയാണ്. മുഖ്യമന്ത്രി ആയിരിക്കുന്ന അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മകൾ മറ്റ് കമ്പനികളിൽ നിന്നും മാസപ്പടിയായി പണം കൈപ്പറ്റിയിരിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യം വരുമ്പോൾ ഇത് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ചോദ്യം ചെയ്യലിൽ വീണ വിജയൻ സമ്മതിച്ചതായിട്ടാണ് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലുള്ള സേവനവും CMRൽ വീണ വിജയൻ്റെ എക്സാലോചിക്കുന്ന കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന്, CMRലും അത്തരത്തിലൊരു സേവനം ഞങ്ങൾ നൽകിയിട്ടില്ല എന്ന് വീണ വിജയൻ മൊഴിയെടുപ്പിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ അവിടെ ഈ പണം എന്തിനു വാങ്ങി എന്നുള്ള ചോദ്യം പ്രസക്തം തന്നെയാണല്ലോ. അത് ഒരു തരത്തിലുള്ള സേവനവും നൽകാതെ മറ്റൊരാളിൽ നിന്ന് പണം വാങ്ങിക്കുമ്പോൾ ആ പണത്തിൻ്റെ മാനദണ്ഡം എന്താണ്? പ്രത്യേകിച്ചും അധികാര കേന്ദ്രങ്ങളിൽ ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന അച്ഛൻ്റെ മകൾ എന്ന രീതിയിൽ ആ പണത്തിന് ചില വ്യാഖ്യാനങ്ങൾ വരും. അതിനാണ് അഴിമതി പണം അല്ലെങ്കിൽ മാസപ്പടി പണം, കൈക്കൂലി, കോഴ എന്നൊക്കെ പറയപ്പെടുന്നത്. അതിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെയാണ് ഈ നിയമവൃത്തങ്ങളും ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായും EDയുടെ ഡയറക്ടർ വന്നിരിക്കുന്ന വെറുതെ ഒരു നീക്കത്തിനല്ല, അല്ലെങ്കിൽ അവർക്ക് EDയുടെ കൊച്ചി സോണൽ ഓഫീസിലുള്ള ഏതെങ്കിലും തരത്തിലൊരു അവലോകന യോഗത്തിന് മാത്രമായിരിക്കും എന്ന് നിഷ്കളങ്കരെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തു പറയാനാണ്? തീർച്ചയായും വലിയ വലിയ നാടകീയമായ മുഹൂർത്തങ്ങൾ ഇനി നാം കാണാനിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ, കാത്തിരിക്കാം.